പ്രതിഭാസായനം സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ രാമസ്വാമി സ്മാരക അവാർഡ് വാങ്ങിയ ഈ GV രണ്ടു വാക്ക് സംസാരിക്കും. അതിനുശേഷം നമുക്ക് നന്ദി പറഞ്ഞതോടുകൂടി ഈ ചടങ്ങിലൂടെ അവസാനിക്കുകയാണ്. ഈ രാമനാഥനെ ക്ഷണിക്കുന്നു. സർവമാതാപിത സമസ്ത ഗുരു അനന്തകോടി ദേവേന്ദ്രന്മാർക്ക് നമസ്കാരം. വേദിയിലെയും സദസ്സിലെയും ഗുരുവന്യന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, 61 വയസ്സ് പിന്നിടുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നാമസംഗീത രംഗത്തെ അഗ്രഗണ്യനായ സ്വാമി അയ്യരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം എനിക്ക് ലഭിക്കുന്നു. ഏകദേശം 5 ദിവസം മുമ്പ് ശ്രീ മൂർത്തിസ്വാമി എന്നെ വിളിച്ച ഇപ്രാവശ്യം അവാർഡ് നിങ്ങൾക്ക് അതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാമി ഞാൻ അർഹനാണോ? പ്രകാശനത്തിൽ ചോദിച്ചു. പ്രകാശനത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെയാണ്. ശരി, സ്വീകരിച്ചു. അത് മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും ദേവീദേവന്മാരുടെ അനുഗ്രഹം. എനിക്ക് ജസ്റ്റ് ഒരു കാര്യം മാത്രം പറയാനുണ്ട്. ഗുരുവായൂർ ഭജനമണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ നാമസംഗീത രംഗത്ത് അറിയപ്പെട്ടത്. ഗുരുവായൂർ ഭജനമണ്ഡലി ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല വിദേശത്ത് ഇത്ര ഖ്യാതി നേടണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം അദ്ദേഹം എൻ്റെ എല്ലാമെല്ലാമായ സഹോദരൻ GK പ്രകാശനാണെന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. എവിടേക്ക് പരിക്ക് വെച്ചാലും പ്രതിഫലം കൂടാതെ അവരെന്ത് തന്നോ അത് മേടിച്ചുകൊണ്ട് ശരിയാത്തവർ കയ്യിൽ നിന്നെടുത്ത് പക്കവാദികൾക്ക് ശിഷ്യന്മാർക്ക് കൊടുത്ത് വളർത്തി കൊണ്ടുവന്ന ഒരു മഹാവ്യക്തിത്വം. എന്തായാലും അദ്ദേഹം ഞാനും തമ്മിലിപ്പോൾ 44 കൊല്ലം ഒരുമിച്ച് പാടുന്നു. ഇനിയും അത് തുടർന്നു പോട്ടെ. ആയിരാളിയുടെ സൗഖ്യം ശ്രീ വിടേശ്വർ നൽകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ചെറു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയ കീർത്തനം പാടും എന്ന് ചോദിച്ചിട്ട് അത് ഞാനൊരു 2 മിനിറ്റ് പെട്ടെന്ന് പാടി അവസാനിപ്പിക്കാം. അല്ലാതെ എനിക്ക് വേറെ നിങ്ങൾക്ക് വരാനില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഗീതം രചിച്ചിട്ടുള്ളത് ഹംസനാഥൻ എന്ന രാഗത്തിലാണ്. ചിറ്റപ്പെടുത്തുള്ള ആദ്യകാലത്തിൽ ഗുരുവായൂരിനെ കുറിച്ചാണ്. ഇത് വ്യാഴാഴ്ചയാണ്. ഇത് പാടി പെട്ടെന്ന് അവസാനിപ്പിക്കുക. പൊന്നോട കുഴലൂതി പുഞ്ചിരി തൂകിയും പൊന്നിൻ കിരീടമണിഞ്ഞുകൊണ്ടും പൊന്നരഞ്ഞാണത്തിൽ മണികൾ കിലുക്കിയും പൊന്നോമല മുന്നേ ഓടിവായോ എന്റെ പൊന്നോമല മുന്നേ ഓടിവായോ പൊന്നോട കുഴലൂതി പുഞ്ചിരി തൂകിയും പൊന്നിൻ കിരീടമണിഞ്ഞുകൊണ്ടും ദേവകി ദേവിയും ബാലകനാമുണ്ണി ദേവി രുക്മിണിയും നാഥനുമായി ദേവപരവശരായി ഭജിക്കുന്നു ഞങ്ങൾ ദേവകുമാര ഓടിവായോ വസുദേവകുമാര ഓടിവായോ പൊന്നോട കുഴലൂരി പുഞ്ചിരി തൂകിയും പൊന്നിൻ കിരീടമണിഞ്ഞുകൊണ്ടും കാരുണ്യമൂർത്തിയാം നിന്ദിവ്യരൂപം കാണാനും കണ്ടു തൊഴുതിരാനും കാരുണ്യമേഘനേ ഞങ്ങളിലും കാർമുകിൽ വർണ്ണ ഓടിവായോ നീല കാർമുകിൽ വർണ്ണ ഓടിവായോ പൊന്നോട കുഴലൂതി പുഞ്ചിരി തൂകിയും പൊന്നിൻ കിരീടമണിഞ്ഞുകൊണ്ടും പൊന്നരഞ്ഞാണത്തിൽ മണികൾ കിലുക്കിയും പൊന്നോമല മുണ്ണി ഓടിവായോ എന്റെ പൊന്നോമല മുണ്ണി ഓടിവായോ ഓടിവായോ കണ്ണ ആടിവായോ ആടിവായോ നടനമാടിവായോ. ചെറിയൊരു
ഞങ്ങളുടെ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. കോളേജ് അധ്യാപകനാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്മരണാർത്ഥം ഞങ്ങളുടെ യശസ്വരീയ മാതാപിതാക്കൾ ശ്രീ ജയ വെങ്കടേശ്വരിയുടെയും എൻ ഭാഗ്യലക്ഷ്മിയുടെ സ്മരണാർത്ഥം കേരള ബ്രാഹ്മണ സഭയുടെ തൃശ്ശൂർ യൂണിറ്റിലേക്ക് ക്ഷേമനിധി മുതലായിക്കോട്ടെ അതിലേക്ക് ഒരു 10,000 രൂപ ഇപ്പോൾ സംഭാവന നൽകുന്നുണ്ട്. ആയത് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട തൃശ്ശൂർ കലാസഭ യൂണിറ്റ് അധികാരികളെ സാധന ക്ഷണിക്കുന്നു. ഏവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. 1000 രൂപ ശ്രദ്ധിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം. രാമനാഥനെ പ്രത്യേകം നന്ദി. പി രാമസ്വാമി അവാർഡ് നൽകാൻ കേരള ബ്രഹ്മസഭ തെരഞ്ഞെടുത്തത് ഏറ്റവും യോഗ്യനായ ഒരു കലാകാരനാണെന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം തെളിയിക്കുകയാണ്. അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണമെന്ന് നമുക്ക് ഈ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. മാത്രമല്ല, അദ്ദേഹത്തെ ഇപ്പോൾ ഗുരുവായൂർ സമൂഹ സെക്രട്ടറി ശ്രീ ശിവരാമകൃഷ്ണൻ പൊന്നാണിന്റെ ആഗ്രഹിക്കുകയാണ്. അതിനായി ശിവരാമകൃഷ്ണനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കേരള ബ്രാഹ്മണ സഭയുടെ ഒരു ഉപകാരം ഇപ്പോൾ നമ്മുടെ ഡോക്ടർക്ക് ജില്ലാ പ്രസിഡന്റ് സമ്മാനിക്കുകയാണ്. അതിനെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി പറയത്തോടുകൂടി ഇന്നത്തെ ഈ പ്രതിഭാസായനം സമാപിക്കുകയാണ്. നന്ദി പറയുന്നതിനായി കേരള ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ എൻ.ആർ. പരമേശ്വരനെ ക്ഷണിക്കുന്നു. ഡോക്ടറുടെ 6:30 എന്തായാലും ഞങ്ങൾ പറഞ്ഞേക്കാൻ പറഞ്ഞത് 10 മിനിറ്റ് വൈകി. ഡോക്ടർ ക്ഷമിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലും എല്ലാവർക്കും നമസ്കാരം. സേവനത്തിന് മുഴുകിയാല് 1 കൊടുത്താൽ 2 കിട്ടും എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ദിനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം. അച്ഛൻ്റെ പേരിൽ വചനരംഗത്ത് വചന പ്രചാരണത്തിൽ പ്രോത്സാഹനം നൽകുന്ന വ്യക്തികൾക്ക് വേണ്ടി അച്ഛൻ്റെ കാലശേഷം സ്ഥാപിക്കപ്പെട്ട ഈ അവാർഡ് ഞങ്ങളുടെ ഫാമിലി ബ്രാഹ്മണസഭയിൽ എത്തിച്ചപ്പോൾ ബ്രാഹ്മണസഭയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഇന്നേ ദിവസം 2 സമ്മാനങ്ങളാണ്. ഒന്ന് എൻ്റെ അനുജൻ്റെ മകൻ ആദ്യ ചാൻസിൽ CA പാസ്സായതിൻ്റെ ഫസ്റ്റ് ചാൻസിൽ കാർത്തിക മുരളിയുടെ സമ്മാനവും ആ കാർത്തിക മുരളിയുടെ തന്നെ അനിയൻ വിഘ്നേഷ് മുരളി +2 ഉന്നത വിജയം പ്രാപിച്ചിട്ടുള്ള 2 സമ്മാനങ്ങളും കിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സമുദായത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമുദായത്തിൽ നിന്ന് നമുക്കും പിന്നെ കിട്ടും, ധാരാളം കിട്ടുമെന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങളെല്ലാവരെയും ഒന്ന് സ്മരിക്കാനായിട്ട് പറഞ്ഞുകൊടുക്കാം. പിന്നെ വിദ്യ എല്ലാവരും നേടിയിട്ടെങ്കിൽ നല്ല മാർക്കുകൾ നേടി സമ്മാനങ്ങളും എല്ലാവരും കരസ്ഥമാക്കിയ കുട്ടികളെല്ലാം വിദ്യയോടൊപ്പം തന്നെ വിനയവും അവർ സമ്പാദിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ഉപദേശം കൂടി നൽകിക്കൊണ്ട് ഞാൻ എപ്പോഴും ഈ പ്രതിഭാസായനത്തിൽ പറയുവാനായിട്ടുള്ള വാക്ക് പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ എപ്പോഴും വയ്ക്കും. അർത്ഥത്തിൽ നിന്നോടത്ത് നിൽക്കണമെങ്കിൽ ഓടണം എന്നുള്ളൊരു വാക്ക് നമ്മുടെ പൗലോസ് മാഷ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്. നിന്നോടത്ത് നിൽക്കണമെങ്കിൽ ഓടണം. നമുക്കെല്ലാം നല്ല മാർക്ക് കിട്ടി നല്ല സ്ഥാനം നമ്മൾ കൈവരിച്ചിട്ടുണ്ട് അക്കാഡമിക്കലായിട്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. ഇനിയും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ബ്രാഹ്മണസഭയുടെ
ആഗ്രഹം. അതിനെല്ലാവരും നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഉത്സാഹിക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചടങ്ങിലേക്ക് എന്നെ നിശബ്ദമായ ചടങ്ങിലേക്ക് ഞാൻ വരട്ടെ. ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് അതിപ്രശസ്തനായ ന്യൂറോ സർജൻ ഡോക്ടർ ദേവപ്രസാദാണ്. അദ്ദേഹം തന്നെ ഈ പ്രതിഭാസായനം ഉദ്ഘാടനം ചെയ്യുവാനും ഈ കുട്ടികൾക്കെല്ലാം തന്നെ സമ്മാനം നൽകുവാനായിട്ട് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു പ്രതിഭയാണ് വസ്തുതൽ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ആ അക്കാഡമിക് ഇൻ്റലിജൻസിന്നാണ് കൂടുതൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും അദ്ദേഹത്തിന് ആ ജോലിയോടുള്ള ഡെഡിക്കേഷനും ആ വിനയവുമാണ് ഇവിടെ ഉയർത്തി കാണിച്ചത്. അദ്ദേഹം വന്നതിൻ്റെ എല്ലാവരുടെ പേരിലും ഡോക്ടർക്ക് നന്ദി. പിന്നെ വന്നത് ഇന്ന് 11 മണിക്ക് വിളിച്ച് 4 മണിക്ക് ഇവിടെ എത്തിയ നമ്മൾ പോലീസുകാർ സന്തോഷം. പോലീസുകാരുടെ തന്നെ ബ്രാഹ്മണരൊക്കെ പിന്നിലോട്ട് പോകുന്ന ആൾക്കാരാണ്. ശരിയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു വേദം പഠിക്കുന്ന കാറ്റിക്കുള്ളിലുള്ള വേദവും പഠിച്ചുകൊണ്ട് അതിന് സമയം കണ്ടെത്തി ബ്രാഹ്മണനായിട്ട് ജീവിക്കുന്ന പോലീസുകാരനെ അഭിനന്ദിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. പാലക്കാട്ടുകാരൻ ഞാൻ പഠിക്കുന്ന അതേ ഗുരുജിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്, രാവിലെ ഗുരുജിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അദ്ദേഹം പഠിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പറഞ്ഞതായി തന്നെ ഔന്നത്യത്തിൽ നിന്ന് ഔന്നത്യത്തിലേക്ക് വന്ന് നമ്മുടെ പ്രസിഡന്റ് അവാർഡ് ലഭിക്കുമാറാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അദ്ദേഹം വന്നതിനുള്ള നന്ദി നിങ്ങളുടെ എല്ലാവരുടെ പേരിലും രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ശ്രീ ജില്ലാ പ്രസിഡന്റ് ശ്രീ ശിവരാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി മൂർത്തി, സ്വാഗതം നൽകിയ വിശ്വനാഥ് അയ്യർ, അതുപോലെ തന്നെ ശ്രീ രാമസ്വാമി അയ്യരുടെ എൻഡോമെന്റ് വാങ്ങിച്ച ശ്രീ ഈ എൻഡോമെന്റ് രാമസ്വാമി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് വാങ്ങിച്ച ശ്രീ രാമനാഥൻ, നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ പ്രകാശ്, അതിനേക്കാൾ ഉപരി ഇന്ന് ചെറുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ സമുദായങ്ങളെ ഈ പ്രൈസ് വാങ്ങിക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥിനികളെ, അതുപോലെ തന്നെ മറ്റ് ഉന്നത സ്ഥാനങ്ങളിൽ ലഭിച്ച അതിന് അർഹരായിട്ടുള്ള മറ്റ് വ്യക്തികൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നോക്കട്ടെ. ജയ് ജയ് രാമോത്സവം. ദേശീയ ഗാനത്തോടുകൂടി നമുക്ക് ഇന്ന് ഈ സമ്മേളനം ചെയ്യാം. അതിന് മുമ്പ് ചെറിയൊരു അറിയിപ്പ്. കേരള ബ്രാഹ്മണസഭയുടെ തവണമിന്റെ മുഖപത്രമായ ശ്രീവാണി 1955 ഓഗസ്റ്റ് 15 പ്രകാശനം ചെയ്തത്. ഇല്ലെങ്കിൽ 39 കൊല്ലം വിജയകരമായി നടത്താൻ സാധിച്ചു എന്നുള്ള ഗ്രാമസഭാ പ്രവർത്തകർക്ക് അതിയായ കാര്യാർത്ഥമുണ്ട്. പിന്നെ ഓഗസ്റ്റ് 17 1920 ഓഗസ്റ്റ് 17 കേരള ബ്രാഹ്മണസഭ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ മറ്റന്നാൾ ഓഗസ്റ്റ് 17 1 കേരള ബ്രാഹ്മണ സംസ്ഥാനത്തും പതാക ദിനമായിട്ട് ആചരിക്കുകയാണ്. തൃശ്ശൂരിൽ രാവിലെ 9 മണിക്ക് ഗ്രാമസഭ പങ്കെടുത്ത് കേരള ബ്രാഹ്മണസഭയുടെ ജില്ലാ പ്രസിഡന്റ് ശിവരാമകൃഷ്ണൻ ഭാഗവതർക്കും കഴിയാവുന്ന എല്ലാ സമുദായങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ദേശീയഗാനത്തോടു കൂടി വീണ്ടും നമുക്ക് അടുത്ത ചടങ്ങിൽ കാണാമെന്ന ആശംസകൾ നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ വന്നതിന് ഒരിക്കൽ കൂടി നന്ദി. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा, विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा, तव शुभ नाम